ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. മറ്റൊന്നുമല്ല, വെൽഡർ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വെൽഡർ തസ്തികയുടെ എക്സാം ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് കാറ്റഗറി നമ്പർ 735/2024 എന്ന നമ്പറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതാണെന്ന് നമുക്കറിയാം. നമ്മളുടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇത് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തവർക്ക് എന്താണ് ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ, എങ്ങനെയാണ് ഇനി പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടി കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരു എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനം അതിന്റെ ശരിയായ ട്രാക്കിലേക്ക് മാറ്റണം എന്നതിന്റെ ഏറ്റവും റൈറ്റ് ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഇനി പഠിച്ചു തുടങ്ങാത്തവർക്കും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങി ഒരു എക്സാമിനേഷൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു റൈറ്റ് ടൈം കൂടിയായി എന്നതിന്റെ ഒരു ഇൻറ്റിമേഷൻ ആണ്. ഈ ഒരു ധാരണയിൽ വേണം നമ്മൾ എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ. ഇനി ഒരു എക്സാമിനേഷന്റെ ഒരു കൃത്യമായ ഔട്ട്ലുക്ക് അസസ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെയുള്ള മൊത്തം ആപ്ലിക്കൻസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3891 പേർ മാത്രമാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയുന്നു. അതായത് 4000-ൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനിയും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, വെൽഡർ എന്ന് പറയുന്നൊരു തസ്തിക കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്കാണ് എങ്കിലും ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ മുതലായ വെൽഡർ റിലേറ്റഡ് എക്സാംസുകൾ ഇനി ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അതായത് കേരള PSCയുടെ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനൊക്കെയുള്ള തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് കൂടിയാണ് ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അത് കൺഫർമേഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. 23/6/2025 മുതൽ 12/7/2025 വരെയാണ് ഈ ഒരു കൺഫർമേഷന്റെ ഡേറ്റ്. എല്ലാ പരീക്ഷകളിലും, അത് ജനറൽ PSC എടുത്താലും ഒപ്പം തന്നെ ടെക്നിക്കൽ PSC എടുത്താലും ഒക്കെ കാണുന്ന ഒരു പൊതു പ്രവണതയാണ് വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളും ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുന്നത് മറന്നു പോകുക എന്നുള്ളത്. പലപ്പോഴും ഫോണിൽ മെസ്സേജ് വന്നാലും പിന്നെ കൊടുക്കാമെന്ന് കരുതി മറന്നു പോകുന്ന അല്ലെങ്കിൽ മറന്നു കളയുന്ന ഒരു പ്രവണത നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. ആ ഒരു അബദ്ധം പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റുന്നുണ്ട്. അതിൽ ഒരാളാകരുത് നിങ്ങൾ എന്നുള്ളത് ആദ്യം തന്നെ വാൺ ചെയ്തോട്ടെ. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവരാണെങ്കിലും കൊടുത്തിട്ടില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കുക. പലരും കൺഫർമേഷൻ കൊടുത്തു എന്ന ധാരണയിൽ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷന്റെ കോമ്പറ്റീഷൻ ലെവല് കുറയുമെന്നുള്ളതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് അത് സംഭവിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. കുറച്ചധികം ഉദ്യോഗാർത്ഥികൾ പഠിക്കാത്തവർ അല്ലെങ്കിൽ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കാതെ പോകും. അപ്പോൾ ഈ 3891 എന്ന നമ്പർ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിങ്ങളുടെ മത്സരം, അതായത് ടൈറ്റ് കോമ്പറ്റീഷൻ എന്നത് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് മാറും എന്ന് തന്നെ മുൻകൂട്ടി വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ വളരെ നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ ഇതിന്റെ വേക്കൻസികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേക്കൻസി ആണെന്നുള്ള ധാരണയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണിത്. ഇനി എക്സാമിനേഷന്റെ ഡേറ്റ് ആണ്. ഈ എക്സാമിനേഷന്റെ ഡേറ്റ് 29/9/2025 ആണ്. കൃത്യമായി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതിന് ചിട്ടയായിട്ടൊരു പഠനം മുമ്പോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഇടുന്ന എഫേർട്ട് വരുന്ന എക്സാമുകൾക്ക്, അതായത് വെൽഡർ, ജൂനിയർ ഇൻസ്ട്രക്ടർ മുതലായ പോസ്റ്റുകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നതിലും സംശയമില്ല. ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് എക്സാമിനേഷൻ കൂടി ക്രാക്ക് ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ളൊരു ജീവിത വിജയത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ എക്സാം എന്ന് വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുവാൻ. ഇനിയും നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസിലേക്ക് കടക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാൻഡ് ടൂൾസ് ആണ്. അത് 3 മാർക്കാണ് വരുന്നത്. അതിൽ നിന്ന് അടുത്തതായിട്ട് ഗ്യാസ് കട്ടിംഗ് ആണ്, അതിന് 2 മാർക്കാണ് വരുന്നത്. അടുത്തതായിട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്, അത് മൊഡ്യൂൾ 3 ആണ്. അതിന് വളരെയധികം വെയിറ്റേജ് ഉണ്ട്, 15 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് മൊഡ്യൂൾ 4 ആണ്, ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇവിടെ നിന്നും 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ 2 മേഖലയും വളരെയധികം വെയിറ്റേജ് ഉള്ളതാണ്. അവിടെ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അടുത്തത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്, GMAW. അവിടെയും 15 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. അടുത്തതായിട്ട് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ആണ്. ഇവിടെ നിന്നും 20 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട്. ഇനിയും സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് 15 മാർക്കിന്റെ ഒരു വെയിറ്റേജ് വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് 5 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ഇനി പ്ലാസ്മ കട്ടിംഗ് എന്ന് പറയുന്നത് 2 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. അടുത്തതായിട്ട് 10ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വെൽഡിംഗ് 3 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും വെയിറ്റേജ് കൂടിയതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് വെയിറ്റേജ് കുറഞ്ഞ
പറഞ്ഞതിന് ഫോക്കസ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ ഒരു മേഖലയും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ മേഖലയും കൃത്യമായിട്ട് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് തന്നെ പഠിക്കണം. പക്ഷെ നിങ്ങൾ പഠിക്കുന്നതിന് കൊടുക്കുന്ന ടൈമും ഫോക്കസും എപ്പോഴും ഈ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനെ അനുസരിച്ചായിരിക്കണം എന്നാണ്. നിങ്ങൾ ഒരു മേഖലയും സ്കിപ്പ് ചെയ്യരുത്, എന്നാൽ എല്ലാ മേഖലയും പഠിക്കുകയും വേണം. എന്നാൽ മാർക്കിന് ആനുപാതികമായിട്ട് നിങ്ങളുടെ വെയിറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതുമാണ് ആത്യന്തികമായിട്ട് നിങ്ങളെ സക്സസ് റേറ്റിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുമ്പോട്ട് കൊണ്ടുപോകും. ഈ ഒരു സർക്കാർ ജോലി നിങ്ങളുടെ ലക്ഷ്യമാണ് എങ്കിൽ ഏണസ്റ്റ് അക്കാഡമിയിൽ നിലവിൽ ഈ കോഴ്സിന്റെ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. വെൽഡർ എന്ന ഒരു ജോലി, അതും കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വെൽഡർ എന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമി ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ നിരവധി ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചു എന്നത് ഏണസ്റ്റ് അക്കാഡമിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. കുറഞ്ഞ കാലയളവിൽ തന്നെ നിരവധി ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉന്നത റാങ്കോട് കൂടി ഒരു സർക്കാർ ജോലിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഏണസ്റ്റ് അക്കാഡമി ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ വിജയം ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ജൂനിയർ ഇൻസ്പെക്ടർ വെൽഡറിന്റെ കോഴ്സ് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും താഴെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറക്കേണ്ട, കഴിഞ്ഞ 6 വർഷമായിട്ട് നിരവധി ഉന്നത റാങ്ക് ജേതാക്കളെ വ്യത്യസ്ത എക്സാമുകളിൽ സൃഷ്ടിക്കുവാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് കഴിഞ്ഞു എന്നത് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ജോലിയിൽ ഉന്നത റാങ്കോടുകൂടി നിങ്ങൾക്കും ഒരു പ്ലേസ് ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.